വരുന്ന 5 വർഷം കേരളത്തിൽ എങ്ങനെ ഇരിക്കും എന്നതാണ് നമ്മൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത്. അതിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോ ഒരു പാത്രത്തിൽ നിറയെ പായസം വെച്ചാൽ അത് മുഴുവൻ കഴിച്ചു നോക്കേണ്ട ആവശ്യമില്ലല്ലോ, മധുരമുണ്ടോന്നറിയാൻ. ഒരു സ്പൂൺ കഴിച്ചാൽ മതി. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ 8 ദിവസമായി കേരളം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് വരുന്ന 5 വർഷം എന്ത് നടക്കാൻ പോകുന്നു എന്ന് മുഖ്യമന്ത്രി തീരുമാനിച്ച കാര്യമാണ്. തീർച്ചയായിട്ടും വരുന്ന 5 വർഷം എന്താണ് കേരളം അനുഭവിക്കാൻ പോകുന്നത് എന്നതിന് കൃത്യമായി ഉദാഹരണമാണ്. നെഗറ്റീവായിട്ട് ആലോചിക്കുന്നത് ചിലപ്പോൾ ഇവര് നന്നാക്കിയാലോ. തീർച്ചയായിട്ടും നന്നാക്കട്ടെ എന്ന ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. നന്നാക്കട്ടെ തീർച്ചയായിട്ടും ഉണ്ടാവും. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ പ്രതിപക്ഷം എന്ന് പറയുന്നത് എതിർക്കാൻ മാത്രമുള്ളതല്ല, പിന്തുണയ്ക്കാൻ കൂടിയുള്ളതാണ്. നല്ല കാര്യങ്ങളിൽ ഒരു കാര്യം അവർ ചെയ്യണം. അവർ കഴിഞ്ഞ 5 വർഷമായി, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഞങ്ങളുടെ ഗവൺമെന്റിനെതിരായി വലിയ ആക്ഷേപമായി ഉന്നയിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ വന്നാൽ തിരുത്തും എന്നും പറഞ്ഞിട്ടുണ്ട്. അക്കാര്യങ്ങളെല്ലാം തിരുത്താൻ തയ്യാറാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വളരെ പ്രധാനമായ ഒന്ന്, ഞങ്ങളൊക്കെ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ഗവൺമെന്റ് എടുത്ത നിലപാടിനെതിരായി അതിശക്തമായി രംഗത്ത് വന്നിട്ടുള്ളവരാണ് മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ആളുകൾ. എന്ത് നിലപാടെടുക്കും എന്ന് ഞങ്ങൾക്കറിയണം. അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നികുതി, കെട്ടിട നികുതിയുമായി ബന്ധപ്പെട്ട് ഈ ഗവൺമെന്റിനെതിരായി ഉന്നയിക്കാവുന്നതിന്റെ ഏറ്റവും വലിയ ആക്ഷേപവും ആരോപണവും ഉന്നയിച്ചു. ഗവൺമെന്റ് മാറിയല്ലോ, ഇതെല്ലാം പരിഹരിക്കാൻ കഴിയും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ആ പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? കേരളത്തിൽ ഈ രീതിയിൽ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണമെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുത്തേ പറ്റൂ. അതെടുക്കാത്തൊരു സാഹചര്യം വന്നാൽ നമുക്കറിയാം, ഇപ്പൊ കഴിഞ്ഞ 7 ദിവസമായി എന്താണോ നടക്കുന്നത് അത് കേരളത്തിൽ നടക്കാൻ വേണ്ടി പോവുകയാണ്. ഈ 7 ദിവസം വെച്ചിട്ട് 5 കൊല്ലത്തെ വിലയിരുത്താൻ പറ്റുമോ? കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു സർക്കാർ ഉണ്ടാകാൻ ഏറ്റവും അധികം താമസം ഉണ്ടായത് 1996-ലാണ്. മെയ് 10-ാം തീയതി റിസൾട്ട് വന്നു. 20-ാം തീയതിയാണ് ഗവൺമെന്റ് ഉണ്ടാകുന്നത്. 10 ദിവസം കേരളത്തിൽ സർക്കാരിലായിരുന്നു. അന്ന് നിയമസഭാ അംഗമല്ലാത്ത EK നയനാരെ മുഖ്യമന്ത്രിയാക്കിയായിരുന്നു. അന്ന് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ മത്സരമുണ്ടായി. നിയമസഭാ അംഗമായ സുശീല ഗോപാലിനെ പരാജയപ്പെടുത്തി നിയമസഭാ അംഗം അല്ലാത്ത ശ്രീ EK നയനാർ മുഖ്യമന്ത്രിയാകുകയായിരുന്നു. ആ 10 ദിവസം കൊണ്ട് ഇവിടെ ആകാശം ഇടിഞ്ഞുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ 7 ദിവസം കൊണ്ട് ഇവിടെ ആകാശം ഇടിഞ്ഞു വീണതായിട്ട് നമുക്കാർക്കും അറിയില്ല. താമസമല്ല, ഈ പ്രതീക്ഷകളിലേക്ക് വന്നാൽ ഈ സ്വാഭാവികമായും ഗവൺമെന്റ് പുതിയ ഗവൺമെന്റ് അന്ന് VS പരാജയപ്പെട്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ UDF-ന്? അങ്ങനെ ആരെങ്കിലും ഇവരുടെ ഒരു വ്യക്തിയെ മാത്രം തെരഞ്ഞെടുപ്പിനെ നേരിട്ടെന്നാണ് അതിനു മുമ്പ് ആ VS-നെ മുൻനിർത്തിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നേരിട്ടത്. VS പരാജയപ്പെട്ട സ്വാഭാവികമായി ഉണ്ടായ കാലതാമസം. കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ നേതാവായിരുന്നയാൾ, അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാൻ പറ്റില്ല, അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ തല്ല് നടക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. പാർട്ടി സെക്രട്ടറി പറഞ്ഞത് 10 ദിവസം എടുത്തു തർക്കം. അതല്ല, ഗോവിന്ദൻ മാഷ് പറഞ്ഞത് ഇലക്ഷൻ മുമ്പ് പറഞ്ഞത് 4-ാം തീയതി റിസൾട്ട്, 5-ാം തീയതി സംസ്ഥാന സമ്മേളനം, 6-ാം തീയതി മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത്. അത്ര പ്രിപ്പയർഡ് ആയിരുന്നു ഇവർക്ക്. പ്രതിപക്ഷ നേതാവിനെ പ്രഖ്യാപിക്കുന്ന എന്താ പാട്? ഇന്നും തീരുമാനമായിട്ടില്ല. ഒരു ബ്രേക്ക് കൂടി, ഇടവേള.